പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെയുള്ള പരാതി ഞെട്ടലാകുന്നു. തന്റെ സെറ്റുകളിൽ എല്ലാം ക്ലീനാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ഈ അവകാശവാദങ്ങൾക്കിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ. മൻസൂർ റഷീദിനെതിരെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയത്. ബ്രോഡാഡിയിൽ റോൾ വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്ന് നടി ആരോപിക്കുന്നു. എന്തുകൊണ്ട് ഈ പീഡനം സെറ്റിലുള്ളവർ അറിഞ്ഞില്ലെന്ന ചോദ്യം പ്രസക്തമാണ്. 2021 ഹൈദരാബാദിലായിരുന്നു സംഭവം. മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിരിക്കുകയാണ്. കൊല്ലം ഓച്ചിറ സ്വദേശിയായ മൻസൂറിനെതിരെ നേരത്തെ ഹൈദരാബാദ് പോലീസ് കേസെടുത്തിരുന്നുവെന്നും സൂചനകളുണ്ട്. എന്നിട്ടും പൃഥ്വിരാജിന്റെ പുതിയ സിനിമയിലും മൻസൂർ അസിസ്റ്റന്റ് ഡയറക്ടറായി. ഇതോടെ പുതിയ സിനിമകളുടെ സെറ്റിലും പീഡനവും മയക്കുമരുന്നും വ്യാപകമാണെന്ന് വരികയാണ്. അയ്യപ്പനും കോശിയും, ലൂസിഫർ, എമ്പുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൻസൂർ റഷീദ്. പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം. വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ആളെ തേടിയത്. അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അഭിനയിക്കാനെത്തിയത്. വീണ്ടും സീനിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് വരാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് സ്വന്തം നിലയിൽ ഷൂട്ടിംഗ് സംഘം താമസിക്കുന്നിടത്ത് തന്നെ മുറിയെടുത്തു. മൻസൂർ റഷീദ് മുറിയിലെത്തി കുടിക്കാൻ കോള കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് ബോധ്യമായി എന്നായിരുന്നു പരാതി. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു. വീട്ടിലേക്ക് പോയി. പിന്നീട് രാവിലെ ഇവരുടെ നഗ്നചിത്രം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ നടിക്ക് അയച്ചു കൊടുത്തു. പണം ആവശ്യപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഹൈദരാബാദിൽ ഗച്ചിബൗളി സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുത്തു. പിന്നീടും ഈ ചിത്രം കാണിച്ച് പലപ്പോഴായി പണം വാങ്ങിയെന്നാണ് പരാതി. അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടയ്ക്കലിലെ പ്രതിയുടെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയെന്നും രാഷ്ട്രീയ സഹായം പ്രതിക്ക് കിട്ടിയെന്നും പരാതിക്കാരി പറയുന്നു. പിന്നീടും പ്രമുഖരുടെ സിനിമകളിൽ ഇയാൾ പങ്കെടുക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തുന്നു. അതായത് എല്ലാവർക്കും അറിയാമെന്നാണ് പരാതി വിശദീകരിക്കുന്നത്. പൃഥ്വിരാജിന്റെ ബ്രോഡാഡിയിൽ നായകൻ മോഹൻലാലായിരുന്നു. OTTയിലായിരുന്നു റിലീസ്. കോവിഡ് കാല ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൻസൂർ റഷീദ് നൽകിയ പാനീയം കുടിച്ച ശേഷം യുവനടി ഉറക്കമുണർന്നത് 7 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഉടൻ തന്നെ നടി സെറ്റിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ശേഷം പ്രതി മൻസൂർ റഷീദ് അശ്ലീല ചിത്രങ്ങൾ യുവനടിക്ക് വാട്സപ്പ് ചെയ്ത് പണം ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ പല തവണകളായി യുവനടിയിൽ നിന്നും 6.5 ലക്ഷം രൂപയും പ്രതി മൻസൂർ റഷീദ് വാങ്ങിച്ചു. സെറ്റിൽ നടന്ന ദുരനുഭവം യുവനടി തന്റെ ഭർത്താവിനെ അറിയിച്ചിരുന്നില്ല. കുടുംബം തകരാതിരിക്കാനായിരുന്നു നടി പ്രതിക്ക് പണം നൽകിയത്. എന്നാൽ പിന്നീട് പ്രതി മൻസൂർ റഷീദ് കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെ വിവരം യുവനടി ഭർത്താവിനെ അറിയിക്കേണ്ടി വന്നു. എന്നാൽ ഇതറിഞ്ഞ ഭർത്താവ് യുവനടിയായ ഭാര്യയെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. ഭാര്യയെ ഉപേക്ഷിച്ച് ബന്ധം അവസാനിപ്പിച്ചു. തുടർന്നായിരുന്നു യുവനടി നിയമ നടപടിയിലേക്ക് കടന്നത്.